വണ്ടി നമ്മൾ കൊടുക്കാൻ പോവാണ്. ഈ ടെസ്റ്റായി മൊത്തം തുരുമ്പാണ്. നമുക്കിനി ഒന്ന് മാറണം. തുരുമ്പാണ്, ടയർ മാറണം. ടയർ പക്ഷെ മാറുന്നില്ല, മൊത്തം തുരുമ്പായി. ക്രാഷ് കാർഡൊക്കെ മൊത്തം തുരുമ്പാണ്. മഡ്ഗാർഡ് മൊത്തവും പോയി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാ, പ്ലേറ്റ് ചെയ്ത് മൊത്തം വരച്ച് തീർക്കുന്നു. ലീക്കൊന്നുമില്ല, എന്ത് ഭാഗ്യം. സൈലൻസറിന് ഓട്ടമുണ്ട്, അത് മാറ്റണം. പെയിന്റ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് റീടച്ച് ചെയ്യണം. കഴിഞ്ഞ ദിവസം മിസ്സിങ് വന്നിട്ട് മൊത്തത്തിൽ ശരിയാക്കിയായിരുന്നു. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് അഴിച്ച് ഹോസ് ഇട്ട് പെട്രോളിൻ്റെ ഹാൻഡിൽ ബാർ മൊത്തം തുരുമ്പാണ്. മാറ്റുന്നതായിരിക്കും നല്ലത്. ടാങ്കിൽ കാണുന്ന കറുത്ത പാട് കരിയാണ്, കരി. അതൊന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കും. ടാങ്ക് അത്യാവശ്യം നീറ്റാണ്. റിങ് മൊത്തം തുരുമ്പായി. ഇവിടെ ജസ്റ്റ് ചെറിയ രീതിയിലുള്ളൂ. പുറകിലൊക്കെ മൊത്തം ഓയിൽ ലീക്ക് ഉണ്ട്. ഓയിൽ ലീക്ക് എൻജിൻ്റെ ചെറിയ രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അത് സെറ്റ് ചെയ്തത്. ആ ഓയിൽ ലീക്ക് ആണോ എന്നറിയില്ല പുറകോട്ട്. അതോ ഇനി പെട്രോൾ ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്നു, ഇനി അതാണോ എന്ന് പറയാൻ പാടില്ല. മൊത്തത്തിലൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ഇവിടുത്തെ ഓയിൽ ലീക്ക് പടർന്നാണോ എന്നറിയില്ല. എന്തായാലും മൊത്തം പാണിനെ ഇറക്കിയിട്ട് 3-ാം തീയതിയാണ് ടെസ്റ്റ് ഡേറ്റ്. ഇന്നിപ്പം 10-11 ഇത്രയും ദിവസം കൊണ്ട് പണിഞ്ഞെടുക്കാൻ പറ്റിയ തിരക്കാണ് ഒരു വർഷത്തിൽ. എന്തായാലും ഇവിടെ കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ കൊടുക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഇന്നലെ കൊടുക്കില്ല. നമുക്ക് മൊത്തം സെറ്റപ്പ് ആക്കണം. സീറ്റ് കയറിയിട്ടുണ്ട്, മൊത്തം പണി സെറ്റപ്പ്. മഡ്ഗാർഡ് ചെറിയ രീതിയിലൊക്കെ തുരുമ്പായിരുന്നു. മഡ്ഗാർഡല്ല, റിമ്മേൽ. ഇവിടെ റിമ്മൽ ചെറിയ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കാറില്ല, കഴുകിയിട്ട് ഒത്തിരി ആളായി. ഈ ഓയിൽ ലീക്ക് എൻജിൻ ഓയിൽ കുറച്ച് ലീക്കായിട്ട് ഇങ്ങോട്ട് തെറിച്ച് വീണാണോ എന്നറിയാൻ പാടില്ല. എൻജിൻ ഓയിലൊന്ന് ലീക്കൊന്ന് സെറ്റ് ചെയ്യുക. എന്തായാലും കൊടുത്തു നോക്കാം. എമൗണ്ട് അപ്പം അറിയാം. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ല ലുക്കായി. ഇപ്പം പിന്നെ എന്തൊക്കെ മാറി എന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ കണ്ടില്ലേ, ആദ്യമേ നമ്മുടെ മഡ്ഗാർഡൊക്കെ പോയായിരുന്നു. പുതിയ മഡ്ഗാർഡ് മേടിച്ച് വെച്ചു. പിന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ റൗണ്ട് അത് മാറി വെച്ചിട്ടുണ്ട്. പുതിയ ഇൻഡിക്കേറ്റർ വെച്ചു. പെയിൻറ് നമ്മൾ എപ്പോഴും ടെസ്റ്റിന് പോകുമ്പോൾ പുതിയ നമ്പർ പ്ലേറ്റ് എപ്പോഴും നമ്മൾ പുതിയ പെയിൻറ് ചെയ്യണം. അത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈലൻസർ പ്ലേറ്റ് ചെയ്തു. സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഫുള്ള് പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല, നിർത്തി പെയിൻറ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇത് ഓൾറെഡി ഞാൻ ആദ്യത്തെ ടെസ്റ്റിന് ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ് കഴിഞ്ഞ 5 കൊല്ലം മുന്നേ. ഓൾമോസ്റ്റ് അന്ന് 25,000 രൂപ, അല്ല സോറി 30 രൂപ അടുത്ത്, 30-35 രൂപ മൊത്തം പണിക്കും. 35 30 സംതിങ് പണിക്കുമായി. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ പേപ്പറിന് 12,000 രൂപ. കാരണം ഞാൻ നാട്ടിലില്ലാത്ത സമയത്തായിരുന്നു 2018 ഫ്ലഡിൽ മൊത്തം ഫ്ലഡ് അഫക്റ്റ് ആയിരുന്നു ഈ വണ്ടി.
മൊത്തം അപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ട് ഇതിൻ്റെ പഴയ പിക്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണിക്കും. മൊത്തം ടോട്ടൽ ലോസ് ആയ പോലെ ആയിരുന്നു. പിന്നെ അവിടുന്ന് പിൻ ടു പിൻ മൊത്തം റീസ്റ്റോർ ചെയ്തു. 30,000 രൂപ അടുത്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടാങ്ക് അന്ന് പുതിയത് വെച്ചതാണ്, മീറ്റർ അന്ന് പുതിയത് വെച്ചതാണ്. ഓൾമോസ്റ്റ് മിക്ക സാധനങ്ങളൊന്നും മാറിയത്. അത് കഴിഞ്ഞ് പിന്നെ പേപ്പറിന് 12,000 രൂപ. 12,000 രൂപ ആകാൻ കാര്യം വെച്ചാൽ അന്ന് ടെസ്റ്റ് പെൻഡിങ് ആയി, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം കൂടി കൂട്ടി 12. കാരണം 3,000 രൂപ ടെസ്റ്റ് പെൻഡിങ് ആയ പിഴയുണ്ട്. ആ പിഴയും പിന്നെ 2 കൊല്ലത്തെ സംതിങ് ആണെന്ന് തോന്നുന്നു, ഒരു മാസം 300 രൂപ വെച്ച് അങ്ങനെ ഒരു പെറ്റിയുണ്ട് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എന്തോ കേസൊക്കെ നടക്കുന്നുണ്ട്. അന്നപ്പോൾ അത്രയും കൂടി കൂട്ടി 12,000 രൂപ ഒന്ന് പേപ്പറിന് മാത്രമായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ എൻ്റെ കയ്യിലെത്തിയിട്ട്, ഇത് 1996 മോഡലുണ്ട്. എൻ്റെ കയ്യിലെത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റാണ്. ഞാൻ മൊത്തം ഇപ്പോൾ 10ാമത്തെ കൊല്ലാണ്. 27 വർഷമായി വണ്ടി മൊത്തം. 27 വർഷം. നമുക്ക് അടുത്ത് തന്നെ ടെസ്റ്റിന് സബ്മിറ്റ് ചെയ്യണം. ചില കേസുകൾ നമുക്ക് ഞാൻ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഇതിൻ്റെ മൊത്തം രണ്ടാമത്തെ ഫസ്റ്റ് റീടെസ്റ്റിൻ്റെ സമയത്ത് എത്ര രൂപ ചിലവാക്കി എന്നുള്ള ഞങ്ങളോട് പറഞ്ഞു. 30,000 രൂപ മൊത്തം. 30,000 രൂപയും വണ്ടിയുടെ പണി 30,000 രൂപ, പേപ്പറിന് 12,000 രൂപ എന്നായിരുന്നു. അപ്പം അതിനിപ്പോൾ അടുത്തൊരു സ്റ്റേജ് ഇപ്പം മൊത്തം ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തം ഇപ്പോൾ കോസ്റ്റ് വന്നത്, പേപ്പർ മാറുന്നതിന് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുന്നതിൻ്റെ ഫീസ് 1,500 രൂപ. അതുകൂടാതെ ഇപ്പം രണ്ടാമത് ഇപ്പം നമ്മൾ ഈ പണി ചെയ്തതിൻ്റെ ഹാൻഡിൽ ബാർ പുതിയ വെച്ചു. കാരണം ഇപ്പോൾ പഴയത് പ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, മൊത്തം തുരുമ്പായിരുന്നു. അപ്പം പുതിയ ഹാൻഡിൽ ബാർ വെച്ച് 400 സംതിങ്, പെയിൻറ്റിന് 2,600 സംതിങ്, പ്ലേറ്റിങ്ങിന് 2 സംതിങ് എന്തായിരുന്നു. എല്ലാ ഭാഗവും നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം പ്ലേറ്റ് ചെയ്തു. കാരണം ഓൾറെഡി അന്ന് പ്ലേറ്റ് ചെയ്ത് കുഴപ്പമില്ലായിരുന്നു, റിമ്പൊന്നും പ്ലേറ്റ് ചെയ്തിട്ടില്ല. കണ്ടോ, അപ്പം ടെസ്റ്റിന് കൊടുത്തതിന് ശേഷം ടെസ്റ്റ് പാസ്സായിട്ട് നോക്കാം. അപ്പം ഇപ്പം മൊത്തം രണ്ടാമത്തെ പണിക്ക് ഇപ്പം മൊത്തം ആയത് 10,000 രൂപ സംതിങ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഇപ്പം യൂട്യൂബിൽ എവിടെ നോക്കിയാലും, ഞാനിപ്പോൾ ഈ വണ്ടി 10 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം ഞാൻ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഈ വണ്ടിക്ക് 90 രൂപ, 1,00,000 രൂപ, 1,20,000 രൂപയ്ക്ക്. കൂടുതലും മലപ്പുറം സൈഡ്, കോഴിക്കോട് സൈഡിലെ കച്ചവടക്കാരാണ്. പേഴ്സണലി ഞാൻ നിങ്ങളോട് ചോദിക്കും, 1,00,000 രൂപ കൊടുത്ത് ഇപ്പോൾ ഈ വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിള്ളേർ ഒന്ന് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് 10 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അത് പറയാൻ കാര്യം വണ്ടിക്ക് പ്രാധാന്യമില്ല, വണ്ടി കൊള്ളത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും കച്ചവടക്കാർ ഇതിന് കൃത്രിമമായിട്ട് നല്ല വില അടിച്ചു കയറ്റുന്നുണ്ട്. കുറച്ച് നാൾ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒറിജിനൽ കേരള വണ്ടി എന്നും പറഞ്ഞാണ് ഇവന്മാർ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം ആൾക്കാർ മൊത്തം കേരള വണ്ടി ഈ വില കേട്ട് ആൾക്കാർ കൊടുക്കാണ്ടായപ്പം ഇവന്മാർക്കിപ്പോൾ വണ്ടി കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഇങ്ങനെ ആൾക്കാർ വില വെറുതെ കിട്ടുന്ന പൈസ, ഇപ്പം എൻ്റെ വണ്ടിക്ക് 90,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും അത് വേണ്ടെന്ന് വെക്കത്തില്ല, ആരും വെക്കത്തില്ല. ഇപ്പോൾ കേരള വണ്ടി കച്ചവടത്തിന് കിട്ടാണ്ടായപ്പോൾ ഇവന്മാർ പുറത്തുനിന്നുള്ള വണ്ടി ഇപ്പോൾ പ്രശ്നമില്ലെന്നായി. ഇത്ര നാളും കച്ചവടക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, അതിന് പ്രത്യേകം വില എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വിറ്റുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ വണ്ടി ഇവന്മാർ തന്നെ കൃത്രിമമായിട്ട് വില ഇങ്ങനെ ഹൈക്ക് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ വില ഹൈക്ക് ചെയ്യിപ്പിച്ച് ഇപ്പന്മാർക്ക് കേരള വണ്ടി കിട്ടാണ്ടായപ്പോൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഗുജറാത്ത് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട്, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഗുജറാത്ത് വണ്ടിയോട് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരുടെ ഒരു കച്ചവട തന്ത്രമാണ്, കൃത്യമായിട്ട് വണ്ടിക്ക് ഡിമാൻഡ് കൂട്ടി വില കൂട്ടുകയാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി, ഈ വണ്ടി 1,00,000 രൂപയ്ക്കും 1,50,000 രൂപയ്ക്കും ഈ കുഞ്ഞു പിള്ളേർ, ഇവരുടെ മെയിൻ ടാർഗറ്റ് കുഞ്ഞു പിള്ളേരെ, ഇവർ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലും ആത്മഹത്യയെന്ന് ഭീഷണിപ്പെടുത്തി പിള്ളേരെ ചാട്ടാക്കി കയറ്റി ഇവന്മാർ മേടിക്കുന്നവർക്ക് ഉറപ്പാണ്. 10 പേര് വന്നാലും അതിനകത്ത് ഒരാൾ മേടിച്ച് ഒരു മാസം 2 കച്ചവടം നടന്നാൽ തന്നെ ഇവന്മാർക്ക് നല്ല പ്രോഫിറ്റാണ്. ശരിക്കും ഇവന്മാർ ഈ പറഞ്ഞ ഡിമാൻഡ് പുറത്തില്ല. ഈ വണ്ടി ഡിമാൻഡുണ്ട് വണ്ടിക്ക്, പക്ഷെ ഇവിടെ പറഞ്ഞ ഈ 1,00,000 1,50,000 രൂപയും കൊടുത്ത് മേടിക്കേണ്ട ഡിമാൻഡ് പുറത്ത് തന്നെയില്ല. ഇവന്മാരെന്താ ചെയ്യുക, അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നേരത്തെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒറിജിനൽ കേരള വണ്ടി എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ഇവിടെ ആൾക്കാർ ആ വിലയ്ക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ വണ്ടി പുറത്ത് ഇത്രയും വില പുറത്ത് അവർക്കില്ല.
പുറത്ത് ഡിമാൻഡുണ്ട് വണ്ടിക്ക്. പക്ഷേ ഈ പറഞ്ഞ 1 ലക്ഷം 1.5 ലക്ഷം ഒന്നുമില്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ താരതമ്യേന കേരളത്തേക്കാളും ചീപ്പായിട്ട് വണ്ടി കിട്ടും. ആ വണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇത്രയും നാളും കേരള വണ്ടിക്ക് ഡിമാൻഡ് വെച്ചിരുന്നവർ ഇപ്പോൾ പുറത്തുള്ള വണ്ടിക്ക് അത് പൊക്കാൻ പറഞ്ഞു. പുറത്തുള്ള വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല എന്നായി ഇവന്മാരുടെ ഒരു. ശരിക്കും കച്ചവടക്കാർ നന്നായിട്ട് ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, 1 ലക്ഷം രൂപ കൊടുത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് ഇത് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന്. പേഴ്സണലി എന്നോട് ചോദിച്ചു ഇന്നത്തെ ഈ 1.5 ലക്ഷം രൂപ വിലയാണെങ്കിൽ ഞാൻ മേടിക്കില്ല. ഇതിൻ്റെ ഒരു വികാരമുണ്ട്, ശരിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്, വണ്ടിക്ക് ഒരു വികാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വിവേകം എന്നുള്ള സാധനം കൂടി വേണം. 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കേണ്ട കാര്യമുണ്ടോ ഒന്ന് രണ്ടാ ചിന്തിക്കണം. ഒരു പണിയും പണിയാത്ത വണ്ടി ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ കണ്ടാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ നിങ്ങൾക്ക് അറിയാം, ഫേമസ് ആയിട്ട് കുറേ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോ ഉണ്ട് ഈ 2 സ്ട്രോക്ക് മാത്രം കച്ചവടം നടത്തുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ അതിൻ്റെ അകത്ത് ഒരു പണിയും പണിയാത്ത ജസ്റ്റ് റണ്ണിങ് കണ്ടീഷനായ വണ്ടി 75 രൂപയാണ് ഏറ്റവും കുറവ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇവന്മാർ വില കയറ്റി പറയുന്നത്. ഇവന്മാർ കൃത്രിമമായിട്ട് ഡിമാൻഡ് കൂട്ടുന്നത്. നിങ്ങൾ എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ വില കുറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ടെസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവൻ്റെ ജപ്പാൻ കാർപ്പറേറ്റ് ആണ് കേട്ടോ, 135 ആണത്. ഇത് നമ്മൾ ടെസ്റ്റിന് സബ്മിറ്റ് ചെയ്തു, ടെസ്റ്റ് പാസ്സായില്ല, നല്ലൊരു പണി കിട്ടി. അപ്പം നമ്മൾ ഈ 2 സ്ട്രോക്ക് വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടോ ഇത്. ഈ വണ്ടി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. ഒരു ടെസ്റ്റ് ഓൾറെഡി പാസ്സാവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ കിട്ടിയൊരു പണിയാണ്, വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടിയില്ല. ഇത്രയും നന്നായിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും കണ്ടീഷനാക്കി പണിഞ്ഞിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്ത് പാസ്സായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസ് നമ്പറിൽ വ്യത്യാസം. ഒരു ടെസ്റ്റ് ഞാൻ ഓൾറെഡി പാസ്സായതാണ്, അന്ന് ശ്രദ്ധിക്കാത്ത കാര്യം ഇപ്പം ശ്രദ്ധിച്ചിരിക്കുന്നത്. അന്ന് ശ്രദ്ധിക്കാത്ത കാര്യം വെച്ചാൽ അന്ന് ടെസ്റ്റ് ചെയ്താൽ ശ്രദ്ധിക്കാതെ പോയതാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ RC ബുക്കിൽ കാണുന്ന ചേസ് നമ്പർ, എൻജിൻ നമ്പർ കറക്റ്റ്, പക്ഷേ RC ബുക്കിൽ കാണുന്ന ചേസ് നമ്പർ അല്ല ഇപ്പോൾ വണ്ടിക്ക് നിലവിൽ. പുള്ളി ചെക്ക് ചെയ്തപ്പോൾ പുള്ളി പണി വന്നു. പുള്ളി പറഞ്ഞു, നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്പർ കാണാൻ പറ്റാണ്ട് നോക്കി ശരിക്കും ഉരച്ച് നന്നായിട്ട് നമ്മളവിടെ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്ത് രണ്ടാമത് കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടാമത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കണം. ഇപ്പം നമ്മളിങ്ങനെ ഒരു പേനയും പെൻസിലും വെച്ച് വരച്ച് അതിൻ്റെ പ്രിൻ്റ് കറക്റ്റ് എടുക്കണം. ആ പ്രിൻ്റ് എടുക്കേണ്ടി വന്നപ്പം നമ്പർ വ്യത്യാസമുണ്ട്. ചേസ് നമ്പറിൽ അവസാനത്തെ 4 അക്കവും ആദ്യത്തെ 2 അക്കവും കറക്റ്റാണ്. പക്ഷേ രണ്ടാമത്തെ അക്കത്തിൽ ഒരെണ്ണത്തിന് എഫിന് പകരം 2 പിന്നെ ഒരു ഐക്ക് പകരം 1 അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ നമ്മളിനി വണ്ടി എല്ലാവരും ഇത് അനുഭവമായിരിക്കണം. ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും എല്ലാവരും വണ്ടി പ്രത്യേകിച്ച് കച്ചവടക്കാരൻ. ഞാൻ ഈ വണ്ടി എടുത്തത് 10 കൊല്ലം മുന്നേ. ഇന്ന് ആ കച്ചവടക്കാരൻ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. അന്ന് ഞാൻ സത്യം പറഞ്ഞ ഈ പറഞ്ഞ 10-20 വയസ്സ് എനിക്കന്ന്. അന്ന് വണ്ടി എടുക്കാനുള്ള ഒരു ആവേശം, ഈ പറഞ്ഞ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ആവേശം, ആ ആവേശത്തിൽ എടുത്ത് വന്ന് ചേസ് നമ്പർ നോക്കിയില്ല, എൻജിൻ നമ്പർ ഒന്നും നോക്കില്ല. ഉള്ളിനെ വിശ്വസിച്ച് വണ്ടി കിട്ടിയ സന്തോഷത്തിൽ വണ്ടി എടുത്തു. ഒരു ടെസ്റ്റും കഴിഞ്ഞിട്ട് ചേസ് നമ്പർ വ്യത്യാസമുണ്ടല്ലോ. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പൈസ മുടക്കി പണിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ അടുത്ത് തന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ അടുത്ത് തന്നെ ഞാനത് എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ക്ലറിക്കൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പം അത് ഇതാകാൻ ചാൻസ് ഇല്ല, കള്ളത്തരാകാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തപ്പം RC ബുക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും. അപ്പോൾ ഈ വണ്ടി ഫസ്റ്റ് മേടിച്ച രജിസ്റ്റർ സ്ഥലം ആലപ്പുഴ RT ഓഫീസ്. അപ്പോൾ ആലപ്പുഴ RT ഓഫീസിൽ നിന്ന് ഇവിടുന്ന് അവരൊരു ലെറ്റർ അയച്ചിട്ട് ഈ ഒരു വണ്ടി ജെന്യുവൻ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പം ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല, ജെന്യുവൻ ആണെങ്കിൽ സീനൊന്നും വരില്ല. അവരെ തിരുത്തി നമുക്ക് ആ വണ്ടി ടെസ്റ്റ് പാസ്സായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി സീനായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് തരാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ.